Hi everyone, good afternoon. I am Sajila Shemir, വിംബിൾ അക്കാദമിയിലെ റെമഡിയൽ കോർഡിനേറ്റർ ആണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ വ്യത്യസ്ത രീതിയിലുള്ള കോഴ്സുകൾ നടത്തിവരുന്നുണ്ട്. സൈക്കോളജി, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി, കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകൾ എന്നിവയാണ്. കൂടാതെ പഠനപ്രയാസവും പഠനവൈകല്യവുമുള്ള കുട്ടികൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനം നടത്തുന്നു. ഇത്തരത്തിൽ പരിശീലനം നൽകുന്ന ട്രെയിനർമാരുടെ കൂട്ടായ്മയാണ് റെമഡിയേറ്റേഴ്സ് ക്ലബ്ബ്. റെമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള വെബിനാർസുകളാണ് നടത്തുന്നത്. ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹൗ ടു മാനേജ് അവർ ഇമോഷൻസ്. ഇത് ലീഡ് ചെയ്യുന്നത് ജിഷ ഉലഹന്നാൻ മാം ആണ്. ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. വെബിനാർ കണ്ടക്ട് ചെയ്യുവാനായിട്ട് ജിഷ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് സുസൻ മാം. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ് കേട്ടോ. Good evening. Yes, happy to be here. Good evening. ഗുഡ് ഈവനിങ്. കേക്കാവോ? നല്ലപോലെ കേക്കാവോ? നന്നായിട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. All the best. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ആരെങ്കിലും പ്രിയ? ഗുഡ് ഈവനിങ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ് അല്ല. ഇന്നത്തെ ടോപ്പിക് എന്താണ്? How to manage our emotions. ഹൗ ടു മാനേജ് യുവർ ഇമോഷൻസ് അല്ലെ? നമുക്കൊക്കെ ഏറ്റവും എനിക്ക് തോന്നി ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ എങ്ങനെ നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാം എന്നൊക്കെ പല പല സാഹചര്യങ്ങളിലൂടെയും ഒക്കെ പഠിച്ചു വരുന്നതാണ്. പക്ഷെ ഈ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും ഒരു സ്ട്രൈക്ക് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഓസ്കാർ വൈൽഡിന്റെ വികാരങ്ങളുടെ കരുണയിൽ ജീവിക്കാൻ ഞാനില്ല, എനിക്ക് താല്പര്യം അവയെ ഉപയോഗപ്പെടുത്താനും ആസ്വദിക്കാനും കീഴ്പ്പെടുത്താനുമാണെന്ന്. ഇത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ആ വികാരങ്ങളുടെ മിക്കവരും വികാരങ്ങളുടെ ആ കരുണയാണ് അതിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയാല് ആ വികാരങ്ങൾ എങ്ങനെയാണോ നമ്മളെ കൊണ്ട് നടക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ അതിന്റെ ഒരു അടിമയായിട്ടെന്ന് പറയാം. അങ്ങനെയാണ് മിക്കവരുടെയും ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ആ കരുണയിൽ അതങ്ങ് നമ്മളെ എങ്ങനെ കൊണ്ട് നടക്കുന്നു അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒരു അടിമയെ പോലെ അങ്ങനെ പുറകെ പോകുന്ന ഒരു അവസ്ഥയാണ് മിക്കവാറും സമയങ്ങളിൽ ഉണ്ടാകും. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാറില്ല. പക്ഷെ ശരിക്കും നമ്മൾ ആ വികാരങ്ങളെ ഉപയോഗപ്പെടുത്താനും അതുപോലെ നല്ല നല്ല വികാരങ്ങൾ ആസ്വദിക്കാനും വേണ്ട വിധത്തില് അതിനെ കീഴ്പ്പെടുത്തി ജീവിക്കാനൊക്കെയുള്ള ഒരു പവർ നമുക്കുണ്ടല്ലേ? മനുഷ്യർക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ അതുള്ളൂ. മൃഗങ്ങളൊക്കെ അവരവരുടെ ആ വികാരങ്ങൾക്ക് അനുസരിച്ച് അന്നേരം അതുപോലെ അങ്ങ് റിയാക്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആക്ഷൻ എടുക്കുന്നതിനെ കഴിഞ്ഞും റിയാക്ട് ചെയ്യുക. പക്ഷേ മനുഷ്യര് പലപ്പോഴും ആ മൃഗതുല്യമായ ഒരു ജീവിതമാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇപ്പോഴത്തേക്ക് ഒരു വിഷമം. ശരിക്കും പറഞ്ഞ അല്ലെ? നമ്മൾ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്യുന്നതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ എപ്പോഴും മാറുക. പക്ഷെ ശരിക്കും അങ്ങനെയല്ല, നമ്മൾ ആക്ട് ചെയ്യുന്നവരാവണം. നമ്മളിപ്പോ നമ്മള് മറ്റുള്ളവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെന്നുള്ളൊരു അവസ്ഥയാണ് മിക്ക സാഹചര്യങ്ങളിലും നമുക്ക്. നമ്മളുടെ വികാരങ്ങളുടെ റിമോട്ട് അവരുടെ കൈ കൊടുത്തേച്ചു നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ മിക്കവാറും വന്നു ചേരുന്നത് നമ്മളിന്ന് ഈ ലോകത്തില് കണ്ടുമുട്ടുന്നത്. ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് അങ്ങോട്ട് പ്രതികരിച്ച് ജീവിതം നശിപ്പിക്കുന്ന യുവതലമുറയും ആരാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവരെ നമുക്ക് കാണാം ഓരോരോ സംഭവങ്ങളിലൂടെ. അപ്പൊ പണ്ടോട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് വികാരം എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണെന്നല്ലേ? വികാരം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് ഇതാ നമ്മളിലോട്ട് വരുന്നത്. വികാര ജീവി ആവരുതെന്ന് കേട്ടിട്ടില്ലേ? അല്ലെ? നമ്മൾ പതിവായിട്ട് കേൾക്കുന്ന അല്ലെ? വികാര ജീവി ആവരുത്, വിവേകമാണ് നമ്മളെ നയിക്കേണ്ടത്. ശരിയാണ് ഒരു തരത്തില്. പക്ഷെ വികാരം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് വികാരമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നല്ല വികാരങ്ങൾ നമ്മളെ വളർത്തുന്നു. ഇപ്പൊ ഭയമാണെങ്കിൽ പോലും അതൊരു പരിധി വരെ നമുക്കുള്ളത് നല്ലതാണ്. ഒരു ഭയവും നമുക്ക് അനുഭവപ്പെടുന്നില്ല. നമ്മുടെ പണ്ട് കാലത്ത് ആ ഭയം എന്ന വികാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പണ്ടത്തെ മനുഷ്യര് അവരാ പ്രകൃതിയോട് മല്ലടിച്ച് അല്ലെങ്കിൽ മൃഗങ്ങളോടൊക്കെ മല്ലടിച്ച് അവരുടെ ജീവിതം ഭയങ്കര സേഫ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്നൊക്കെ ഭയം എന്നുള്ള വികാരം ഉണ്ടായിരുന്നോണ്ട്, അല്ലെങ്കിൽ വല്ല സിംഹമോ
ഒക്കെ വന്ന് മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ഒരു ഭയമില്ലെന്ന് പറഞ്ഞ് നിന്ന് കൊടുത്താൽ അപ്പൊ നമ്മളുടെ തീർന്നു, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഭയം എന്ന വികാരം പോലും ആവശ്യത്തിനുള്ളത് നമുക്ക് നല്ലതാ. അപ്പൊ അതുപോലെ തന്നെയാണ് സ്ട്രെസ്സും. നമ്മളൊക്കെ എപ്പോഴും പറയുമോ സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഒരു നെഗറ്റീവ് സാധനമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ ഒരു പരിധി വരെ സ്ട്രെസ് ഉള്ളത് ഒത്തിരി അനുഗ്രഹമാണ് നമുക്ക്. ഒരു നോർമൽ ലെവലില് സ്ട്രെസ് നമുക്ക് അനുഗ്രഹമാണ്. ഇപ്പൊ ഒരു ഒട്ടും സ്ട്രെസ് ഇല്ലെങ്കിൽ എക്സാമിന് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഒരുങ്ങണമെങ്കിൽ സ്ട്രെസ് ഒരു നോർമൽ ലെവലിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വികാരങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന വല്ല ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും പറയാൻ? വികാരങ്ങളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്നൊക്കെ ഒന്ന് ഒരുമിച്ചൊന്ന് നമ്മുടെ ചിന്തിക്കാം brain- നമുക്ക്. ആ നമ്മളുടെ ബ്രെയിനാണ് നമ്മുടെ ചിന്തകള്. യെസ്, നമ്മുടെ ചിന്തകള്. യെസ്, നമ്മളുടെ ചിന്തകളൊക്കെയാണ് നമ്മളുടെ വികാരങ്ങൾ രൂപപ്പെടുത്തുന്നത്, അല്ലെ? വികാരങ്ങളെ നയിക്കുന്നതെന്ന് പറയാം. അപ്പൊ ആ ചിന്തകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ചിന്തകൾ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ ഒക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നൊക്കെ അനുസരിച്ചാണ് നമ്മളുടെ ആ ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പൊ ആ ചിന്തകൾ ആ ഇമോഷൻ ലെവലിലോട്ട് പോയി കഴിയുമ്പോഴാണ് അത് നമ്മളെ ശരിക്കും ആ ഇമോഷൻസ് ആണ് നമ്മളെ നയിക്കുന്നതെന്ന് പറയാം. അപ്പൊ നമ്മൾ മിക്കവാറും ഈ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമല്ലോ നമ്മുടെ ഇമോഷൻസ് ഒക്കെ, അല്ലെ? നമ്മൾ ആ സാഹചര്യമാണ് എന്നെ അങ്ങനെ ആക്കിയത്, ഇങ്ങനെ ആക്കിയെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ചെറുപ്പം മുതലേ ഒരു കുഞ്ഞിന്റെ 8 വയസ്സ് നമ്മുടെ ഉപബോധ മനസ്സാണ് നമ്മളുടെ ഇമോഷൻസ് ഒക്കെ കൂടുതലും നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത്. ഉപബോധ മനസ്സിലോട്ടൊക്കെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് അത് നമുക്ക് ഒരു നമ്മളുടെ റിയാക്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പം നമുക്കൊരു 8 വയസ്സ് വരെ കുഞ്ഞിന്റെ ഉപബോധ മനസ്സാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ആ കുഞ്ഞിന് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് ഫുള്ളായിട്ട് ഒരു സ്പോഞ്ച് പോലെ അത് അങ്ങനെ അബ്സോർവ് ചെയ്തെടുക്കും. അപ്പൊ അത് ആ കുഞ്ഞിന്റെ ജീവിതകാലം മുഴുവൻ അത് ഫോം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ കൊച്ചിനെ നയിക്കാനായിട്ട് ആണ് ആ ഒരു 8 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് ഇന്നത്തെ യുവ തലമുറയ്ക്ക് ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് അത്ര അറിയത്തില്ലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മാത്രമല്ല, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് അവര് കണ്ട് മനസ്സിലാക്കി, അത് അവർ ഓട്ടോമാറ്റിക് ഒരു പ്രോസസ്സാണ്. അത് അവര് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും നമ്മൾ ചെയ്യുന്നതാണ് അവരുടെ മനസ്സിലോട്ട് കടന്നു വരാറ്. അതുപോലെ നമ്മളുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇമോഷൻസ് എപ്പോഴും ഫോം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അത് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇമോഷൻസ് വളരെയധികം നമുക്ക് എന്താ പറയാ നമ്മളെ കൊല്ലുന്നതിന് വരെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ വരാറുണ്ട്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമോഷൻസ്, നമ്മൾ പറയും ഇമോഷൻ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, വികാര ജീവിയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയി പോവും, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ഒരു നമ്മൾ മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ വികാരങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളല്ല. വികാരം എന്ന് പറയുന്നത് നമ്മളല്ല. നമ്മൾ വിചാരിക്കും നമ്മളാണത്. ആ ഇമോഷൻസ് എല്ലാം കൂടെ ചേർന്നതാണ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ എന്നുള്ള ഒരു തെറ്റായ ധാരണ നമുക്കുണ്ട്. ശരിക്കും നമ്മളത് രണ്ടായിട്ട് നമ്മളത് കാണണം. നമ്മൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുന്നോ അതായിരിക്കണം നമ്മളുടെ ചിന്തകളിൽ നിറയ്ക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും നമ്മളുടെ കഴിഞ്ഞ കാലങ്ങൾ എന്താണോ കഴിഞ്ഞു പോയത് അത് മിക്കവാറും നല്ല കാര്യങ്ങളും നമ്മൾ ഓർക്കില്ല, അല്ലെ? നമ്മളെപ്പോഴും മോശകാര്യങ്ങള്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് അതിങ്ങനെ ആലോചിച്ച് അതിലിങ്ങനെ എന്താ പറയാ ഇങ്ങനെ ജീവിക്കും. അതിങ്ങനെ ആലോചിക്കുമ്പോ ചിലപ്പോ മിക്കവാറും സങ്കടമൊക്കെ ആയിരിക്കും ആലോചിക്കുക, അല്ലെ? അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ എന്തോ ഒരു ലോകത്തിൽ നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ നമ്മളെപ്പോഴും പിന്നെ നമ്മളെ ഭാവി ഓർത്ത് ചിലപ്പോൾ ഉത്കണ്ഠയായിരിക്കും ഭാവിയിലോട്ട് നോക്കുമ്പോൾ വരിക. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ്, വിഷമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പൊ നമ്മളുടെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതിന് ഏറ്റവും എന്താ പറയാ ഉപകാരപ്പെടുന്ന ഒരു കാര്യം. അപ്പൊ ഇന്നത്തെ ഈ കഴിഞ്ഞ കാലത്തെ കുറിച്ചോ ഇനി വരാനുള്ള കാലത്തെ കുറിച്ചോ ഒക്കെ ഓർത്ത് ഉത്കണ്ഠപ്പെടുക, വിഷമിക്കുക എന്നതിലുപരി ഇപ്പൊ നമുക്കറിയാം, സൈക്കോളജി പഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും
എല്ലാവരും അവെയർ ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. ഇന്നില് ജീവിക്കാം. ഇന്ന് നമ്മൾ എന്താണോ അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ ഇന്നില് ജീവിച്ചിട്ട് നമുക്ക് ഒരുപാട്, നമ്മൾ ആലോചിച്ച് നോക്കിയ ഒരുപാട് നന്മകളുണ്ട്. പക്ഷെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് ആ നെഗറ്റീവ് ഇമോഷൻസ് കൊണ്ട് നമ്മളുടെ മനസ്സും അതുവഴി നമ്മുടെ ശരീരവും എല്ലാം തളർന്ന് ജീവിക്കുന്ന കുറെ, എന്താ പറയാ, പ്രത്യേകിച്ച് ലേഡീസ് അധികവും അങ്ങനെയാണെന്നാണുള്ളതല്ലേ. സാധാരണ അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ അവര് ചോദിക്കുക സ്ട്രെസ് ഉണ്ടോ എന്തൊക്കെയാ, അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പം ചികിത്സകൾ വരെ. ആ ഒരു രീതിയിൽ ആ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ഇപ്പം കാണുന്നത്. അപ്പൊ നമ്മളുടെ ചിന്തകളാണ് നമ്മളെ നയിക്കുന്നത്. ഈ ചിന്തകൾ ശരിക്കും പറഞ്ഞാൽ അത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അല്ലെ. അതിങ്ങനെ വരും പോവും. നമ്മൾ അത്രയും ഒരു പ്രാധാന്യം അതിന് കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഇമോഷനൊക്കെ വരുമ്പോഴത്തേനും അതിനെ അങ്ങ് ഏറ്റെടുത്ത് നമ്മളെ സ്വന്തമാക്കി. ഇപ്പൊ നമ്മളൊരു അതിഥി വരികയാണെങ്കിൽ നമ്മൾ കസേരയൊക്കെ ഇട്ട് ചായയൊക്കെ കൊടുത്ത് സുഖിപ്പിച്ചിരുത്തുന്ന പോലത്തെ ഒരു ഇതാണ് നമ്മളുടെ ഇമോഷൻസിനോട് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഏറ്റെടുത്ത് അവിടെ കിടന്നോ എന്റെ കൂടെ ജീവിച്ചോ എന്നുള്ള മട്ടിലാണ് നമ്മൾ അങ്ങ് അതിനെ സൽക്കരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരു അതിഥി വന്നു, നമ്മൾ വലിയ സൽക്കാരം ഒന്നും നടത്തിയില്ല എന്ന് വിചാരിച്ചു, അപ്പൊ അവര് പിന്നെ വരുവോ? പിന്നെ അവര് വരികയല്ലോ. ഒന്ന് വന്നു കുറച്ചു നേരം നിന്ന്, ഇനി അവിടെ വന്ന് താമസിക്കാൻ വന്നവരാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവര് പോകും അല്ലേ. എന്ന് പറഞ്ഞ പോലെ ആ ഇമോഷൻസിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്താൽ അതിങ്ങനെ വരുവോ പോവോ എന്തെങ്കിലും ചെയ്തോട്ടെ, എന്നെ ബാധിക്കുന്ന പ്രശ്നം അല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ആക്കിയെടുത്താല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ പിന്നെ ഇവളുടെ അടുത്തും അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, എനിക്ക് അവിടെ വലിയ സ്വീകരണമൊന്നും കിട്ടില്ല, ആ ഒരു മനോഭാവത്തിലോട്ട് നമ്മളുടെ ഇമോഷൻസ് മാറും. ഓട്ടോമാറ്റിക്കലി അത് മാറും. അത് നമ്മുടെ ചിന്തകൾ അങ്ങനെ, നമ്മൾ അതിനെ അത്ര മൈൻഡ് ചെയ്യുന്നില്ല, പിന്നെ അതിന് വരാനേ പോലും തോന്നില്ല. പക്ഷെ അങ്ങനെ ഒരു രീതി നമ്മൾ എടുക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഇമോഷൻസിന് നമ്മളിൽ നിന്നും പതുക്കെ അകറ്റി നമുക്ക് ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. നമുക്ക് ഏത് സാഹചര്യം ഉണ്ടായാലും നമുക്ക് അത് മാനേജ് ചെയ്യാനുള്ള ഒരു ശരിക്കുള്ള ഒരു ഭയങ്കര പവർ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണല്ലോ നമ്മളെ നയിക്കുന്നില്ലേ. ചിന്തകളാണ് എല്ലാം. ശരിയാ. അത് നമ്മള് അത് ആലോചിച്ചറിയാം. നമ്മളുടെ ചുറ്റുമുള്ളവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം. അവരെന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരെന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതായിട്ടാണ് അവർ മാറുന്നത്. കാരണം ആ ഒരു ഇമോഷൻ ആണ് അവർക്ക്, ആ ഒരു ഫീലിങ്സ് ആണ് അവരത് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ട് നമ്മൾ കുറച്ച് പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ എപ്പോഴും ഓർക്കും ദൈവമേ അവർക്ക് എന്താ ഇങ്ങനെ എന്നൊക്കെ ഓർത്ത് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷെ അതിനുള്ള കാരണം അതാണ്. അപ്പം ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. അതുപോലെ നമ്മൾ ഇമോഷൻസ് ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കരുത്. അതിനെ എന്നും തന്നെ നമ്മൾ ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്യണം. എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഒരു ഇമോഷൻ വന്നപ്പോൾ നമ്മൾ അത് ഡിസ്ട്രാക്ട് ചെയ്ത് കളയാം. ഇപ്പം ആ സാഹചര്യത്തിൽ നമുക്ക് മാറി നിൽക്കാം, അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവോൾവ് ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് അത് മാനേജ് ചെയ്യാം. അതൊരു പരിധി വരെ നല്ലതാണ്. ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ആ കൊച്ചിങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മാറ്റിക്കൊണ്ടുപോയി ഒരു മുട്ടായിയൊക്കെ കൊടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒരു കളിപ്പാട്ടമൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ കൊച്ചു കരച്ചിൽ നിർത്തും. അങ്ങനെ അതിനെ ആ ഒരു പിന്നെ ഭയങ്കര കരയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിന് മാറ്റിയെടുക്കാം. എന്നതുപോലെ തന്നെ പിന്നെ നമുക്ക് വലിയവർക്കും നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ ചിന്തിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെൽഫായിട്ട് അവെയർ ആവുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രോസസ്സ്. നമുക്ക് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാൻ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളവർക്ക് പറ്റുമോ? നമ്മൾ എന്താണെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെന്ന് ഉറപ്പുള്ളവരൊന്ന് പറയാവോ? ഇല്ല, ഇല്ല. ആർക്കും മനസ്സിലാവില്ല. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അറിയുള്ളൂ. അതെ. നമുക്ക് പോലും നമ്മളെ മനസ്സിലാവത്തില്ല അല്ലെ. നമുക്ക് പോലും നമ്മളെ മനസ്സിലാവുന്നില്ല. അതെ, അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? അയ്യോ അവരെന്നെ മനസ്സിലാക്കിയില്ല, ഇവരെന്നെ മനസ്സിലാക്കിയില്ല, അവരെന്നോട് അങ്ങനെ പെരുമാറി. ഈ ഒരു തരത്തിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ അവരിൽ നിന്ന് കിട്ടുന്ന കുറെ നെഗറ്റീവ്സ് അതെല്ലാം സ്വീകരിച്ച് അതെല്ലാം നമ്മൾ ശേഖരിച്ച് ഇങ്ങനെ അതും ചുമന്നോണ്ട് നടക്കാം എന്നുള്ളൊരു അവസ്ഥയല്ലേ. മറ്റുള്ളവരുടെ ഒരു ഡസ്റ്റ്ബിൻ ആയിട്ട് നമ്മൾ മാറുക ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നമ്മളുടെ ഒരു സുഹൃത്ത് ആണ്. പക്ഷെ പലപ്പോഴും ഒരു ശത്രുവായിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിലോട്ട് കുറെ നെഗറ്റീവ്സും വേണ്ടാത്ത ചിന്തകളും വെറുപ്പും വിദ്വേഷവും എല്ലാം നിറച്ച് അതിനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ ഫ്രീ ആവുന്നില്ല ഒരിക്കലും. അതിനുള്ള കാരണം
നമ്മൾ ആ ഇമോഷൻസ് നമ്മൾ ഓരോ ദിവസവും അത് ഡിഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് കളയണം. ഇപ്പം പെട്ടെന്നൊന്ന് മാറി നിൽക്കുന്നതിലുപരി നമ്മളെ ചിന്തിക്കണം, നമ്മൾ ആരാണ്, നമ്മൾ എന്തിനാ ഈ ലോകത്ത് വന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത ശരിക്കും നമ്മള് ദിവസവും തന്നെ അത് നമ്മളിങ്ങനെ നമ്മളെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ അതൊരു പതിവാക്കി മാറ്റിയാല് ശരിക്കും നമുക്ക് പുറത്തു കിടക്കാൻ പറ്റും. ഏതെല്ലാം രീതിയിലുള്ള ഇമോഷൻസ് ആണോ നമ്മളെ ഭരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ തന്നെ നമ്മൾക്ക് തന്നെ ഒരു നമ്മളെ തന്നെ താരതമ്യം ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഞാൻ എന്തായിരുന്നെന്ന് വൈകിട്ടൊന്നതൊന്ന് ഓർത്ത് എന്തൊക്കെ ഞാൻ മാറ്റം വരുത്തണം എന്നൊക്കെ നമ്മൾ സാധാരണ മറ്റുള്ളവരുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുക അല്ലെ. നമ്മള് ചുറ്റുമുള്ളവരായിട്ട് അവർക്ക് അതുകൊണ്ട് ഇതുകൊണ്ടല്ല, അവർക്ക് നല്ല സാഹചര്യം ഉണ്ട്, അതുകൊണ്ട് അവരങ്ങനെ പെരുമാറി, അവരതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ താരതമ്യം ചെയ്യും. പക്ഷേ നമ്മൾ ശരിക്കും മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും നമ്മളെ ഒരു കാര്യത്തിലും താരതമ്യം ചെയ്യരുതെന്നുള്ളതാണ്. നമ്മള് എല്ലാ കാര്യത്തിലും നമ്മൾ ഇന്നത്തെ നമ്മൾ എന്താണോ അതിലും കുറച്ചും കൂടി ബെറ്റർ ആവാനായിട്ട് ഒരു ബോധപൂർവമായ ഒരു ശ്രമം നടത്തുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഒന്നും ചിന്തിക്കാറില്ല. അപ്പൊ നമ്മൾ ശരിക്കും അങ്ങനെ നമ്മളെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യാം നമ്മൾ എന്താണോ. അപ്പൊ പലർക്കും തങ്ങളെ തന്നെയാണ് ഇഷ്ടമില്ലാത്തത് അല്ലേ. സ്വയം സ്നേഹിക്കാനായിട്ട് ആർക്കും പറ്റുന്നില്ല എന്നുള്ള സത്യം. നമ്മള് പറയും അവരെന്നെ സ്നേഹിക്കുന്നില്ല, ഇവരെന്നെ സ്നേഹിക്കുന്നില്ല, അവർക്ക് തന്നെ മനസ്സിലായി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ല. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടോ, നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നോ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നോ അങ്ങനെ നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ അലഞ്ഞ് നടന്ന് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ നമ്മൾ മറന്നു പോവാം. മനുഷ്യരങ്ങനെയാ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പോലും തിരിച്ചറിയാത്തൊരു അവസ്ഥയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വഴിയിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ വഴിയിൽ വെറുതെ വായി നോക്കി നിൽക്കുവോ? അല്ലെങ്കിൽ അവിടെ നമ്മളെ ഒരു പട്ടി വന്നു നമ്മളെ കടിക്കാൻ വന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഒന്ന് വഴക്കുണ്ടാക്കുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല. ശരിക്കും പറഞ്ഞ ഇമോഷൻസിനെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് നല്ലൊരു ഗോൾ ഉണ്ടായിരിക്കണം. ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റു കാര്യങ്ങളിലോട്ട് നമ്മളുടെ ശ്രദ്ധ പോവില്ല. നമ്മളത് എങ്ങനെ ആ ഗോള് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്തകളായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക അല്ലെ. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അതെങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ അത് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി മറിയാറുണ്ടല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എത്ര നെഗറ്റീവാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിലും അല്ലെങ്കിൽ അതില്ലല്ലോ എന്നുള്ള ഓർമ്മ അങ്ങനത്തെ ഒരു ചിന്തയെങ്കിലും നമുക്ക് ഉണ്ടാകും. പക്ഷെ അത് ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ അതൊരു പ്രാക്ടീസ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നമ്മളുടെ മുഴുവൻ പവറും അല്ലെങ്കിൽ മുഴുവൻ എനർജിയും അതിലോട്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്ലാത്ത ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമുക്ക് മൈൻഡ് ചെയ്യാൻ നേരമില്ല പിന്നെ അല്ലേ. നമുക്ക് ഒട്ടും നേരമില്ല അതിനൊന്നും. അപ്പൊ നമ്മൾ എന്തായി തീരണം എന്നൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ എല്ലാ കഴിവുകളും പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ശരിക്കും നമുക്കത് ഭയങ്കര ഒരു ഉപകാരം. ഇമോഷൻസിന് നമുക്ക് നേരമില്ല മറ്റുള്ളവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ നോക്കാനോ ഒന്നും നമുക്ക് നേരമില്ല. നമ്മൾക്ക് ലക്ഷ്യത്തിൽ നിന്ന് മാറി പോകുമ്പോഴാണ് അങ്ങനെ ഒരു മറ്റുള്ളവരിലോട്ട് നമ്മുടെ ചിന്തകൾ പോവുക, അല്ലെങ്കിൽ അസൂയ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ വരിക. അപ്പൊ നമ്മളുടെ ചിന്തകൾ നന്നാക്കാനായിട്ട് നല്ല കാര്യങ്ങൾ കേൾക്കുക. ഇപ്പൊ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ ഒരുപാട് അസുഖമാണ്. അപ്പം ഒരുപാട് ചികിത്സിച്ചു, ഭേദമാകുന്നില്ല. അപ്പം അങ്ങനെ ചികിത്സിച്ചിട്ട് ഭേദമാകാതിരുന്നപ്പോ ഇങ്ങനെ ചോദിച്ചു, എന്തൊക്കെയാ നിങ്ങളോട് ആരോടൊക്കെയാ കൂട്ടുകൂടുക? ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ സംസാരിക്കുന്നത്? അപ്പൊ അവരിങ്ങനെ വന്ന് ഒരുപാട് കുറ്റങ്ങളൊക്കെ ആരുടെങ്കിലൊക്കെ ഇരുന്ന് പറയുക, അതൊക്കെ ഇങ്ങനെ കേൾക്കും. അപ്പൊ അങ്ങനെ കേട്ട് കേട്ട് നമ്മുടെ മനസ്സിൽ മുഴുവൻ അവരത് പറഞ്ഞ് ഇപ്പൊ തീർത്തു, അവര് പോയി, നമ്മുടെ ഉള്ളിൽ അത് കിടക്കുവാണ്. അപ്പൊ അത് നമ്മൾ ആരോടും പറയുന്നില്ല, അവരാരോടും പറയുന്നില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ അതിങ്ങനെ കുറെ ചിന്തകളായിട്ട് ഇപ്പം അവരെ പറ്റിയും അവര് വേറെ സ്ഥലത്ത് പോയി പറയുന്നു. അങ്ങനെ ഒരു ചെയിനായിട്ട് പോകുന്ന കുറെ ടീമുകളുണ്ട്. അപ്പം അതൊക്കെ ഉള്ളിൽ കിടന്ന് അത് ഭയങ്കര ചികിത്സിച്ചാൽ ഭേദമാകാത്തൊരു അസുഖമായിട്ട് അത് മാറുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലോട്ട് വന്ന് ചേരും എന്നുള്ളതാണ്. ഈ ഇമോഷൻസ് ഒക്കെ നമ്മളിങ്ങനെ കൂട്ടി വെച്ചാൽ, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് നടന്നാല് നമുക്ക് വരുന്ന കാര്യം. പിന്നെ നമ്മളെ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ്, നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ
കാര്യങ്ങൾ ചെയ്യാറുണ്ടോ സൂസൻ മാം? എന്ത് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. നമ്മളുടെ ഈ ഇമോഷൻസ് വരുമ്പം എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്കിയേ. ചിന്തകളെ മാറ്റാനായിട്ട് വേറെ എന്തിലേക്കും ചിന്ത മാറ്റിവിടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ പെട്ടെന്ന് ചെയ്താൽ അത് മാറാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം കൈ ഇങ്ങനെ പിടിക്കും. കൈ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ പെട്ടെന്ന് അതിൽ നിന്ന് മാറാൻ വേണ്ടി അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്ന് മാറി വേറെ മാറാനായിട്ട്. പിന്നെ നമ്മളെ തന്നെ ഇനി അവയർനെസ് വരും അല്ലേ? അതായത് നമ്മളൊക്കെ തന്നെ ആ ഒരു അവയർനെസ് കിട്ടുമ്പോഴല്ലേ നമുക്ക് അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതെ അതെ, ഒരു ബോധം വരണം, ഒന്ന് ഉള്ളി നോവിക്കുന്ന അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്ന പോലത്തെ. ശരി, അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോരോ സ്വയം ഓരോ മെക്കാനിസം നമ്മൾ കണ്ടുപിടിച്ച്, അങ്ങനെ പറ്റാത്തവർക്കാണ് അതിങ്ങനെ ആലോചിച്ച് മനസ്സിലാത്തവർ പിന്നെ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരും അല്ലേ? അതിനാണ് നമ്മളിപ്പോ കൗൺസിലിംഗ് ആണെങ്കിലും അതുപോലുള്ള കാര്യങ്ങളിൽ അവര് ഹെൽപ്പ് ചെയ്യും. മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനെ കഴിഞ്ഞ് ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലേ. പണ്ടൊന്നും അത്രയും ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിട്ടില്ല. ഈ കാലത്ത് ഉണ്ടാവാതെ ഒരു നിവൃത്തിയില്ല എന്ന് വന്നപ്പോ എല്ലാരും പിന്നെ അങ്ങനെ അങ്ങ് ആ ഒരു രീതിയിലോട്ട് മൊത്തം മാറി എന്നുള്ളത് ശരിക്കും ഒരു ആശാവഹമായ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഒരാളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, ഒരു പ്രശസ്തനായ അല്ലെ നല്ലൊരു നിലയിലെത്തിയ വ്യക്തി ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന, നല്ല ഉയർന്ന നിലയിലെത്തിയ മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ അവരിൽ എന്തൊക്കെയായിരിക്കും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക? നല്ല എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഏത് കാര്യവും നല്ല രീതിയിൽ മാത്രം കാണുന്നത്, അതിന്റെ നെഗറ്റീവ് കാണാതെ പോസിറ്റീവ് മാത്രം കാണുന്ന ആൾക്കാർ. അതൊരു നല്ല സ്വഭാവമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ ക്ഷമയുള്ളവര് അപ്പൊ അന്നേരം അവർക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ ഏതൊരു കാര്യത്തിനും ക്ഷമയോടെ അത് ശ്രദ്ധിച്ച് കേട്ട് സമയമെടുത്ത് പ്രതികരിക്കുന്നവര്. അതെ അതെ, അത് വലിയൊരു കാര്യമാണ്. ഞാനത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു ശാന്ത സ്വഭാവമുള്ള ഒരു സുഹൃത്തുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ശരിക്കും അതിശയപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. എപ്പോഴും ഏത് സാഹചര്യത്തിലാണെങ്കിലും ചെറിയൊരു ചിരിയോടെ, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ഒരു റിയാക്ഷൻ കൊടുത്ത്, ആക്ഷൻ എടുത്ത് അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് അത്ഭുതമാവും. നമ്മളൊക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് അറിയാണ്ടെങ്കിലും എത്ര വിചാരിച്ചാലും പറ്റാത്ത ഒരു സ്വഭാവമാണല്ലോ പൊട്ടിത്തെറിക്കാന്ന് പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെ ചോദിച്ചു, എങ്ങനെ ഈ ഒരു സ്വഭാവം നേടിയെടുത്തെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തന്നതാണ്. ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഇടയ്ക്കൊക്കെ ദേഷ്യമൊക്കെ വരുമായിരുന്നു. ചിലപ്പം എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയാനൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ഉടനെ തന്നെ മനസ്സ് പറയും, നീ അതങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, എടുത്തെറിഞ്ഞ് അത് പൊട്ടിപ്പോവും. കുറച്ച് കഴിയുമ്പം അതുകൊണ്ടൊരു കാര്യവും ഇല്ല, പിന്നെയും ഇതൊക്കെ തന്നെ. അപ്പൊ പറയും, ഈ ദേഷ്യം എന്ന് പറയുന്ന കാര്യം കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറിപ്പോവും. അങ്ങനെ സ്വയം അങ്ങനെ പറഞ്ഞ് അതൊന്നും ഇപ്പൊ ഈ സൈക്കോളജി ഒന്നും അറിയുന്ന സമയമല്ല, ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ നമ്മളെ കണ്ടു പഠിക്കും. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർ കാണുന്നതല്ലേ അവർ കേൾക്കുള്ളൂ. അപ്പൊ ആ ഒരു രീതി നമ്മളും അതുപോലെ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ, അപ്പൊ അങ്ങനെ ഓരോ കാര്യം, ഇപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞാൽ 10 തൊട്ട് പുറകോട്ട് എണ്ണുക, കുറച്ച് സ്ട്രെയിൻ എടുക്കുക, 100ന്റെ പുറകോട്ട് എണ്ണുക. അങ്ങനെ ഓരോരോ സെൽഫ് മെക്കാനിസം നമ്മൾ രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു കുറച്ച് ഉടനെ തന്നെ പ്രതികരിക്കാതിരിക്കുക. അപ്പൊ അത് തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പിന്നീട് അതങ്ങനെ ഒരു സ്വഭാവമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. മനസ്സിൽ തന്നെ ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ കളിപ്പാവയല്ല ഞാന്. നമ്മളോട് തന്നെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പില് നാണം കെടുത്തില്ല അല്ലെ. നമ്മൾ വിചാരിക്കുന്ന ഒരാൾ നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഇരട്ടിയായിട്ട് അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് അവര് വിചാരിക്കും അല്ലെ. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ വിലയില്ല എന്ന് വിചാരിക്കും. പക്ഷെ നേരെ തിരിച്ചാ സംഭവം. നമുക്ക് വിലയുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം അല്ല നമുക്ക്. ഞാൻ എൻ്റെ ഒരു കസിനോടൊക്കെ അവരെ വീട്ടിലിങ്ങനെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് ചുമ്മാ ചെറിയ തോതിൽ തുടങ്ങി വലിയ തോതിലെത്തും. അപ്പൊ പറഞ്ഞ് ഇങ്ങനെ മിണ്ടാതിരുന്നു കൂടെ എന്ന് ചോദിക്കുമ്പോ, അങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും എനിക്ക് പറ്റത്തൊന്നുമില്ല, എനിക്കങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു മെന്റാലിറ്റി വച്ച് പുലർത്തി കഴിഞ്ഞാല് എന്ന് പറഞ്ഞാൽ ആ മറ്റേയാളുടെ പ്രതികരണത്തിന് നമ്മൾ അതിന്റെ 10 ഇരട്ടിയായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കെന്തോ ഒരു നാണക്കേടാണെന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ട് നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ
നമ്മൾ എവിടെയും ജയിക്കാൻ പോണില്ല, നമ്മളിങ്ങനെ തോറ്റോണ്ടിരിക്കാന്നുള്ള ആ ഒരു ശരിക്കുള്ള ആ ഒരു നമ്മൾ സ്വയം അത് മനസ്സിലാക്കി നേടിയെടുത്ത് നമുക്ക് എവിടെ ആരുടെ മുന്നിൽ നമുക്ക് ജയിക്കാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മളുടെ ഇമോഷൻസ് ഇപ്പം അത്രയും ദേഷ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കലുഷിതമായ സാഹചര്യത്തിലോട്ട് ചെന്ന് പെടാതിരിക്കുക, അങ്ങനെ വരും. ഇപ്പൊ കുടുംബത്തിലാണെങ്കിൽ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അവരിങ്ങനെ പെരുമാറിയാൽ അങ്ങനെ ചിലപ്പോൾ പ്രകോപിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ അത് ചെയ്യാതെ അവരിൽ നിന്ന് മാറി അങ്ങനെ അവരുടെ ഇമോഷൻ മാറുമ്പോൾ അത് നമ്മളിലോട്ട് പകരും അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ വിചാരിച്ചു, അപ്പൊ നമ്മൾ ശരിക്കും നമ്മളുടെ ഉള്ളിൽ സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയ ഒരു മുഖമൊക്കെ എത്ര നമ്മള് വിചാരിച്ചാലും പറ്റില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ മാനത മറ്റുള്ളവരിലോട്ട് പകരും. നമ്മുടെ അടുത്തോട്ട് വന്ന് സംസാരിക്കാനോ നമ്മളോട് ഇടപെടാനോ അവരാഗ്രഹിച്ചാലും അവർക്കും പറ്റില്ല, നമുക്ക് അങ്ങോട്ടും പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ വൈബ്രേഷൻ, നമ്മളുടെ ഉള്ളിൽ എന്ത് വൈബ്രേഷൻ ആണോ ഉള്ളത് അത് മറ്റുള്ളവരിലോട്ടും പകരും. അതേസമയം നമ്മൾ നല്ല ചിരിച്ച് സന്തോഷിച്ച് ചെല്ലുവാണെങ്കിൽ ചിലപ്പം വിഷമിച്ചിരിക്കുന്ന ഒരാൾ പോലും നമ്മുടെ കൂടെ കൂടും അല്ലേ. അവരുടെ വിഷമം മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു ഭയങ്കര അട്രാക്ഷൻ ഉണ്ട് അതിന്. അത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അത് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കൊടുക്കാനും പറ്റും, അവർക്ക് അത് കൊടുക്കാനും പറ്റും. അതേസമയം നമ്മളിലുള്ള പോസിറ്റീവ് വഴി നമ്മളിലേക്ക് ആൾക്കാരെ നമുക്ക് മറ്റുള്ളവരെയും കൂടെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൊരു ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ എപ്പോഴും എങ്ങനെ പോസിറ്റീവ് ആയിരിക്കാൻ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മൾ എവിടുന്നെല്ലാം അതിനുള്ള ഇത് കിട്ടുന്നോ. നമുക്ക് അറിയാവുന്നതാണ്, ഇപ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ടത് ഒരു ദിനചര്യ പോലെ പ്രാക്ടീസ് ചെയ്യണം. നമുക്കറിയാം, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യം. ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമ്മള് മറ്റുള്ളവർ മനസ്സിലാക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു അതൊക്കെ നമ്മൾ ഇമോഷണലി നമ്മളെ വളരെയധികം വീക്കാക്കുന്ന, നമ്മളൊരു കോമാളിയാക്കുന്ന അങ്ങനത്തെ ഒക്കെ ഇതാണ്. പക്ഷെ അതൊരു എന്താ പറയാ ഒരു മൂടുപടമായിട്ടോ എന്തോ വലിയ കാര്യമായിട്ടോ അപ്പൊ ഞാൻ അവരെയൊക്കെ മനസ്സിലാക്കി, എന്നെ അവർ മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ സംഭവമായിട്ടൊക്കെ കൊണ്ട് നടക്കുന്നത് ഉണ്ടല്ലേ. ഞാൻ അത്രയും വലിയ ത്യാഗശാലിയാണ്, അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നിട്ട് അവരെന്നെ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അത് കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ചിന്തകളോ ആ ആഗ്രഹങ്ങളോ നമ്മളത് വച്ച് പുലർത്തിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണോ നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ നമ്മൾ പ്രയാണം നടത്തുകയാണെങ്കിൽ ആ ഒരു ഇത് നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വരില്ല. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ നമ്മള് ഈ ജയിലിലൊക്കെ കിടക്കുന്നവര് എന്താണ് അവരൊക്കെ വലിയ കൊലപാതകികൾ അല്ലെങ്കിൽ വലിയ വലിയ പാപികൾ, വലിയ അങ്ങനെയുള്ളവരൊന്നും ആയിരിക്കില്ല അല്ലെ. അവരെയൊക്കെ ഒരു നിമിഷത്തെ ആ ഒരു കൺട്രോൾ പോയതായിരിക്കും മിക്കവരും തന്നെ അവരുടെ ജീവിതം അങ്ങനെ ആയത്. ഇപ്പൊ ഈ ഗോവിന്ദച്ചാമിയുടെ കാര്യമൊക്കെ പറഞ്ഞ അവരുടെ ആ ചെറുപ്പകാലത്തിലെ ജീവിതമാണ് അവരെ ആ ഒരു രീതിയിലോട്ട് കൊണ്ട് എത്തിച്ചത് എന്നുള്ള ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മൾ ഓർക്കും എന്ത് ഭീകര മനുഷ്യനാണ് അയാള്, ഒരു മനുഷ്യനാണെന്ന് പോലും നമുക്ക് തോന്നാത്ത വിധത്തിൽ അങ്ങനെ ഒരു ഇതാണല്ലോ. പക്ഷെ അവരുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലോട്ട് കടന്നു പോകുമ്പോൾ അവരുടെ ഫാദറും മദറും അവരുടെയും അതിന്റെയും തലമുറക്കാരിൽ നിന്ന് കിട്ടിയതായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളുടെ ഈ തലമുറയിൽ നമ്മൾ എന്തുമാത്രം നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു കടക്കാൻ നമുക്കും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളെല്ലാവരും പ്രചോദനമാണ്. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുന്നത് തന്നെ നമ്മൾ ആ ഒരു രീതിയിലുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അല്ലെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നവരായതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന നേരത്തെ സിനിമ കിടന്നുറങ്ങാനൊക്കെയുള്ള സമയമാണ് ശരിക്കും പറഞ്ഞ. പക്ഷെ അതുപോലെ ഇല്ലാതെ എന്തൊരു ഉഷാറിലാണ് വന്നിരിക്കുന്നത് കണ്ടോ. നമ്മുടെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ എന്താണ് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന റിട്ടയർഡ് ആയിട്ട് എല്ലാരും എന്റെ സിനിമ അതുപോലെയുള്ള കുറച്ചുപേരെ പരിചയപ്പെട്ടു തുടക്കത്തിൽ. എന്ന് പറഞ്ഞ പോലെ ആ ഒരു എനർജി നമ്മളുടെ യുവതലമുറയിലോട്ടൊക്കെ നല്ല പോലെ പകർന്നു കൊടുക്കാൻ നമ്മള് കുറെ സ്റ്റെപ്സ് എടുക്കണം. ഇപ്പൊ നമ്മള്
ഓരോരോ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അങ്ങ് എത്താൻ പറ്റും. ഇപ്പൊ നമ്മളൊരു വണ്ടി കയറി ഇരുന്ന് ഒരു ലക്ഷ്യസ്ഥാനം മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ഇവിടുന്ന് ആ സ്ഥലം വരെ ഞാൻ ഇങ്ങനെ നോക്കിയാൽ കണ്ടാലേ ഞാൻ വണ്ടി ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കോ? ഇല്ല. നമ്മളിങ്ങനെ ഓരോ വളവും തിരിഞ്ഞ് പോകുമ്പോൾ കുറച്ച് കുറച്ച് സ്ഥലമാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുള്ളൂ. പക്ഷെ ലക്ഷ്യം നമ്മുടെ മുന്നിൽ ഉള്ളത് കൊണ്ട്, അത് നമ്മൾ വിഷ്വലൈസ് ചെയ്തത് കൊണ്ട് നമ്മൾ അവിടെ എത്തിച്ചേരും. ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ കയറി ഞാൻ ആദ്യം പറയാം അങ്ങോട്ട് പോകണമെന്ന്, കുറച്ചു നേരം പറഞ്ഞ് ഇങ്ങോട്ട് പോകണമെന്ന്, ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ അയാൾ നമ്മൾ ഇറക്കി ഓടിച്ചു വിടും എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിലോട്ട്, നമ്മളുടെ ഉപബോധ മനസ്സിലോട്ട് ഒരു വ്യക്തമായ ഒരു പ്ലാനും ഒരു വ്യക്തമായ ലക്ഷ്യമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട്, ഞാൻ ഇതാ അല്ല ഞാൻ ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഇമോഷനാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തില്. ശരിക്കും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളിലൂടെ വരുന്ന ഇമോഷൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ആ ചിന്തകളെ ഏറ്റവും നന്നായിട്ട് വിശുദ്ധീകരിക്കാന്ന് വേണേൽ പറയണം, അല്ലെ? നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമുക്ക് വേണ്ടാത്ത കുറെ ചിന്തകളും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ആ ഒരു സാഹചര്യമൊക്കെ മാറിയിട്ട് നമുക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ കഴിക്കുമല്ലോ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങനെ വേണ്ടതും ഇഷ്ടപ്പെട്ടതും മാത്രം സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകളിൽ നിന്ന് വേണ്ടാത്തതെല്ലാം അങ്ങ് വേണ്ട, നമുക്കതൊക്കെ ദൂരെ എറിഞ്ഞ് കളഞ്ഞിട്ട് അങ്ങനെ പുതിയ ഒരു വ്യക്തികളാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. അതായത് നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര പവർ ഉണ്ടെന്നാ പറയുന്നത്, അല്ലെ? നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഇപ്പൊ നമ്മള് ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്തോറും നമുക്കത് മനസ്സിലാക്കും. നമ്മളിങ്ങനെ വെറുതെ നമ്മുടെ സെൽഫ് ടോക്ക് ആണെങ്കിലും മറ്റുള്ളവരോട് പറയുന്നതാണെങ്കിലും അതിനൊക്കെ ഭയങ്കര ഒരു മനുഷ്യനെ കൊല്ലാനും വളർത്താനും ഒക്കെ ഉള്ളൊരു കഴിവ് വാക്കുകൾക്കുണ്ടെന്ന്, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലവിധ കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ സമയമുണ്ട് ഒരു കഥ പറയാം. ഒരു രാജാവിന്റെ ഞാൻ ഇങ്ങനെ വായിച്ചതാ. ഒരു രാജാവ് ഇങ്ങനെ നല്ല രീതിയിൽ നല്ല സന്തോഷവാനായിട്ട് എല്ലാ പ്രജകളെയും നയിച്ചുകൊണ്ട് പോകുന്ന ഇടയ്ക്ക് ആ രാജാവ് ഒരു പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അടുത്ത മാസം 25-ാം തീയതി മരിക്കും എന്ന് പറഞ്ഞു. അപ്പം രാജാവോ, പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, എനിക്ക് അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും പിന്നെ അത് മനസ്സിനകത്ത് കിടന്നു. ആദ്യം കുറെ ചിരിച്ചല്ലോ, പക്ഷെ ചിന്ത മരിക്കുമോ, എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയുള്ള ചിന്തകൾ കൂടി കൂടി വന്നപ്പം പുള്ളി ആകെ ഡിസ്റ്റർബ്ഡ് ആയി, ഫുഡ് കഴിക്കാതായി, അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് അവശതയായി. ശരിക്കും പറഞ്ഞാൽ അടുത്ത മാസം 25-ാം തീയതി ആയപ്പോഴേക്കും പുള്ളി മരിക്കാറായെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇങ്ങനെ മന്ത്രിക്ക് ഒരു ബുദ്ധി തോന്നി. മന്ത്രിക്ക് അറിയായിരുന്നു ഈ വാക്കുകളുടെയൊക്കെ ശക്തി അറിയുന്ന ഒരു മന്ത്രിയായിരുന്നു. അപ്പൊ ആ മന്ത്രി എന്ത് ചെയ്തു, നമുക്ക് ഇന്ന് പ്രജകളൊക്കെ വിളിച്ചു കൂട്ടാം, 25-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അവ വിളിച്ചു കൂട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു കൂട്ടി, രാജാവിനെയൊക്കെ വിളിച്ചു കൂട്ടിട്ട് പുരോഹിതനും വന്നിട്ടുണ്ട്. പുരോഹിതനോട് പറഞ്ഞു, ചോദിച്ചു, നിങ്ങൾ എത്ര കാലം ജീവിക്കും എന്ന് ചോദിച്ചു. അപ്പൊ പുരോഹിതൻ പറഞ്ഞു, ഞാനൊരു 10-40 വർഷം കൂടെ ജീവിക്കും എന്ന് പറഞ്ഞു. ഈസി ആയിട്ട് പറഞ്ഞു, ഞാനൊരു 10-40 വർഷം കൂടെ ജീവിക്കുന്നു. അപ്പൊ മന്ത്രിക്ക് ഒരു ബുദ്ധി തോന്നി. അന്നത്തെ മന്ത്രിമാരൊക്കെ അല്ലേ, ഇയാളുടെ തലയും കൂടെ വെട്ടി, പുരോഹിതന്റെ തല വെട്ടി. ആ അപ്പൊ രാജാവിനോട് പറഞ്ഞത്, പുരോഹിതൻ പറഞ്ഞു, ഞാൻ 10-40 വർഷം ജീവിക്കുന്നത്, ഇപ്പൊ തന്നെ അയാളുടെ കഥ കഴിഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞൊന്നും കേട്ടിട്ട് രാജാവ് അത് വിചാരിച്ചോണ്ട് ഇരിക്കൊന്നും വേണ്ട. അയാൾ പറഞ്ഞിട്ടാണല്ലോ രാജാവിന്റെ മനസ്സിൽ ആ ചിന്ത കയറിയത്. അയാൾ പറഞ്ഞാൽ നടക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞത് നടക്കില്ല എന്നുള്ളതിന് തെളിവല്ലേ ഇപ്പൊ അയാൾ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ആ ചിന്തകളെ നമ്മൾ അങ്ങനെ വെട്ടി ശരിപ്പെടുത്തണം എന്നുള്ളതാ ആ ഒരു കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുപോലെ നമ്മളുടെ ചിന്തകളെ കയറൂരി വിടാതെ ചെയ്യാനായിട്ട് ഒരു ഒബ്സർവേഷൻ മെത്തേഡ് സൈക്കോളജിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഒബ്സർവേഷൻ മെത്തേഡ്. അറിയാവോ സൂസൻ മാം? കേട്ടിട്ടുണ്ടോ? പ്രിയ? നിങ്ങൾ രണ്ടുപേരും വീഡിയോ ഓണാക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. കൺട്രോൾ ചെയ്യാന്നുള്ളത് ആ അതല്ലേ അതിന് നമുക്ക് ഉദ്ദേശിച്ചത്. ശരിക്കും നമ്മളത് പ്രാക്ടീസ് നമ്മള് ചെയ്യണം. നമ്മൾ തന്നെ മനസ്സിലാക്കണം നമുക്ക് എന്ത് ചിന്തയാ വരുന്നത്. അത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ ആ ചിന്തയെ മാറ്റി പോസിറ്റീവ് ആക്കി എടുക്കണം. പക്ഷെ അത് വേണമെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്താലേ പറ്റൂ. എന്തോ അത് ശരിയാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തയെ ഒബ്സർവ് ചെയ്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി, എന്ത് തരം ചിന്തയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടതായ പോസിറ്റീവ് ഇതിലേക്ക് മാറണം. ഒരു ഓൾട്ടർനേറ്റീവ് തോട്ട് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ കൊണ്ടുവന്ന് മാറ്റം ഒരു ഉണ്ടാക്കും. നെഗറ്റീവ് ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും ഒരു 10 അതിനെതിരെയുള്ള ഒരു 10 പോസിറ്റീവ് ചിന്തയെങ്കിലും നമ്മൾ ഇട്ടുകൊടുത്ത് അതെങ്ങനെ പറഞ്ഞ് ഉറപ്പിക്കണം. അപ്പൊ ആ ചിന്തകളോട് നമ്മൾ പറയണം, നീ ഈ പറയുന്ന ഒന്നും അല്ല ഞാന്, ഇപ്പൊ ചിന്തിക്കുന്നത്
ഒന്നുമല്ല ഞാൻ, നീ മനസ്സിനോട് പറയണം, നീ പറയുന്ന ഒന്നുമല്ല ഞാൻ വേറൊരു, നമ്മൾ രണ്ട് വ്യക്തികളായിട്ട്, മനസ്സൊരു വ്യക്തി, നമ്മൾ വേറൊരു വ്യക്തി. നമ്മൾ സാധാരണ ഒന്നായിട്ടോ അതിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ അങ്ങ് നമ്മൾ നടക്കുക സാധാരണ ഗതിയിൽ. പക്ഷെ മനസ്സിനെ അങ്ങ് മാറ്റി നീ അവിടെ അടങ്ങിയിരിക്കും. നീ പറഞ്ഞു തരുന്ന ഒന്നുമല്ല ഞാൻ, എനിക്കിതൊന്നുമല്ല ആഗ്രഹം, എനിക്ക് ആഗ്രഹം ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അത് വിഷ്വലൈസ് ചെയ്യുക. അത് നടന്നു എന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിചാരിച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക. അതുപോലെ തന്നെ ജേണൽ എഴുതുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മള് വിഷമങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള വ്യക്തികളോട് നമ്മൾ പലരോടും പറഞ്ഞു നടക്കുന്നതിലും നമ്മളുടെ ഇമോഷൻ ഒരു പരിധി വരെ നിയന്ത്രിക്കാം നമ്മൾക്ക്. അത്ര വിശ്വാസമുള്ള അല്ലെങ്കിൽ കൗൺസിലിംഗ് അത് ആ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇമോഷൻസ് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ എല്ലാരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഗുണത്തേക്കാൾ അധികം ദോഷമാണ് വരാറ്, അല്ലേ? പക്ഷെ നമ്മൾക്ക് ഒരു എന്താ ഒരു നമ്മളെ സഹായിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള വ്യക്തികളുടെ അടുത്ത് നമ്മളെ തുറന്നു വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും, അല്ലേ? അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഹീലിംഗ് പവർ ഉള്ള വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരോട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പവറാ കിട്ടുക. അതേസമയം നമ്മൾ വെറുതെ എല്ലാവരോടും ഇപ്പം പണ്ടൊക്കെ ആണെങ്കിലും ഞാനൊക്കെ എന്റെ മമ്മിയോടൊക്കെ ഇങ്ങനെ വിഷമം ഇങ്ങനെ നമ്മൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറ്റിയെടുത്തു കേട്ടോ. അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്കൊരു സമാധാനമുള്ളൂ. അത് അവരെയും കുറെ വിഷമിപ്പിച്ച് അവരും അതിനെ ഇങ്ങനെ വിഷമിച്ച് നമ്മളുടെ ഉള്ളിലോട്ട് കുറെ എന്തെങ്കിലും അവരുടെ ഇമോഷൻസ് ഒക്കെ നമുക്കും വെച്ച് തന്ന് അങ്ങനത്തെ ഒരു രീതിയാണ്. അങ്ങനെയുള്ള അതാണ് നമ്മളെ ശരിക്കും രോഗികളും അങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്. അവർക്കും പ്രശ്നം, നമുക്കും പ്രശ്നം, ആർക്കും ഒരു സൊല്യൂഷനും ഇല്ല. കുറെ വെറുപ്പും വിദ്വേഷമൊക്കെ വേണേ വെച്ചും തരും. ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ നമ്മള് അതൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പിന്നെ അതിനൊരു ഒബ്സർവേഷൻ, ഒരു മെത്തേഡ് തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞാല് നമ്മൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം ഭയങ്കര നല്ല. നമ്മൾ രാവിലെ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ആത്മപരിശോധന ചെയ്യണം. നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് എന്തായിരുന്നു ശരിക്കും. മിക്കവാറും നമ്മള് ഇപ്പൊ ഇന്നത്തെ ദിവസം എന്താണോ സംഭവിച്ചത് അതൊക്കെ ആലോചിച്ച് മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും കിടക്കുക. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വരുന്നേ നമുക്ക് ഇങ്ങനെ തലേ ദിവസത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ അത് ചിന്തിച്ചോണ്ടല്ലേ വരുന്നത്. ഓട്ടോമാറ്റിക് തോട്ട്സ് ആണ്, അല്ലേ? ആ ഒരു ചിലപ്പോ സന്തോഷമാണെങ്കിൽ സന്തോഷം ഇങ്ങനെ ഓർത്തിട്ടല്ലേ അത് കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ ആയിരിക്കും ഓർക്കുക. അതേസമയം എന്തെങ്കിലും ദുഃഖമാണെങ്കിൽ നമുക്കിങ്ങനെ ഭയങ്കര ഭാരം, നെഞ്ചിലൊക്കെ എന്തോ ഇരിക്കുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ മിക്കവാറും എഴുന്നേറ്റ് വരും. അപ്പം ആ ഒരു ഒബ്സർവേഷൻ മെത്തേഡ് പറയുന്നത് നമ്മളൊരു ബുക്കും ഒരു പേനയും നമ്മുടെ അടുത്ത് തന്നെ വെച്ചേക്കാം. എന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് അത് ഫുൾ അങ്ങ് എഴുതുക. ജേണലിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ എന്താണ്, എന്തൊക്കെ നമ്മൾ ആരോടൊക്കെ എന്ത് ദേഷ്യം, ചിലരെ കൊല്ലാനുള്ള ദേഷ്യം കാണും, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം കാണും, എന്താണെങ്കിലും അതെല്ലാം അങ്ങോട്ട് പകർത്തി കഴിയുമ്പോ മനസ്സിനോട് പറയാം, മനസ്സിൽ നിനക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ നീ അങ്ങ് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നീ പറയുന്ന പോലെ ഞാൻ കേൾക്കാം, അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചേക്കാം. അപ്പൊ അങ്ങനെ അങ്ങ് എഴുതി ഫുള്ളും തീരുന്നയിടം വരെ അങ്ങ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ പറയാം, എനിക്ക് നീ എഴുതിയതോ ഈ പറഞ്ഞതോ ഒന്നും എനിക്ക് ഒരാവശ്യമില്ല. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. മിക്കവാറും അങ്ങനെ ആയിരിക്കുമല്ലോ. ആവശ്യമില്ലാത്ത കുറെ നെഗറ്റീവ്സും കുറെ വിഷമങ്ങളും കുറെ കഴിഞ്ഞ കാലത്തെ കുറെ കാര്യങ്ങളും അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠകളും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഉണ്ടാവുക. അത് ഫുള്ള് അത് എഴുതി എഴുതി തീരുന്നയിടം വരെ എഴുന്നേറ്റ പാടെ ചെയ്യണം എന്നാ പറയുന്നത്. കാരണം എഴുന്നേൽക്കുമ്പോ നമുക്കറിയാം നമുക്ക് എന്താ ഫീലിങ്സ് എന്ന്. അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ പറയാം, എനിക്ക് ഇതൊക്കെയാ വേണ്ടത്. ഇതൊക്കെയാ നമുക്ക് വേണ്ടത്. നമുക്ക് കുറെ നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടതല്ലേ. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ ഒരു മിന്നായം പോലെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നല്ലാതെ അതൊരു വിഷമമായിട്ട് അയ്യോ അതില്ലല്ലോ എന്നുള്ളൊരു ഒരു ഇമോഷണൽ ഫീലിങ്സ് നമുക്ക് ഉണ്ടാകാറ്. പക്ഷെ അതിന് പകരം എനിക്കിതൊന്നും, നീ പറയുന്നൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അതങ്ങ് എഴുതി എഴുതി വെക്കുക. എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ നമുക്ക് എന്ത് വലിയ സ്വപ്നമാണെങ്കിലും അതങ്ങനെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരും രാവിലെ ഭയങ്കര ഹരിപരിയൊക്കെ ആയിട്ട് എഴുന്നേറ്റ് വരുന്നത്. പക്ഷെ അത് റെഗുലർ ആയിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും എന്നൊരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സൈക്കോളജിക്കൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആരൊക്കെയുണ്ട് ജേണൽ എഴുതുന്ന, സ്ഥിരമായിട്ട് എഴുതുന്നവരുണ്ടോ? ആരെങ്കിലും എഴുതാറുണ്ടോ? സ്ഥിരമായിട്ട് ഞാൻ എഴുതാറില്ല. പക്ഷെ ജിഷ മാം പറഞ്ഞ പോലെ ഈ കുറച്ച് ഒരു 3-4 വർഷങ്ങളായിട്ട് സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഇതുപോലെ ചിന്തകളെ, ആവശ്യമില്ലാത്ത ചിന്തകള് നമുക്ക് നല്ലതല്ല എന്നുള്ള, അതായത് ആ ഒരു അറിവ് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വെറുതെ ഇപ്പോ സാധാരണ രീതിയിൽ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കുക്കിംഗ് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ ഒരു മോട്ടോർ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ.
അപ്പോഴൊക്കെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തകൾ വരിക ഇതായിരുന്നു. പക്ഷെ അത് ഒരു കുഴപ്പമുള്ളതായിട്ട് മുന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ തീരെ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും, എനിക്ക് പാട്ടിനേക്കാളും എനിക്ക് തോന്നണോ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടോക്കോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ചെയ്യാനാണ് എനിക്ക് കുറച്ച് ഇഷ്ടം. അപ്പോ ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ എന്നിൽ നിന്ന് പോയിട്ടുണ്ട്. അതെ അത് അതെ വലിയ വ്യത്യാസമുണ്ട്, ലൈഫിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അത്. അതെ അതെ. ഇപ്പൊ ശില, അനു, സ്റ്റെഫി ഇവരൊക്കെ മെസ്സേജ് കണ്ടു. അവരൊക്കെ അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. അത് അതിന്റെ ഒരു മാറ്റം അവരുടെ ലൈഫിലും ഉണ്ടാവും അല്ലെ? കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അത് സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞ പോലെ എനിക്കും കുറച്ച് മടിയുണ്ട്. ഭയങ്കരമായിട്ട് അറിയാം ഇതിന്റെയൊക്കെ എഫക്റ്റീവ്നെസ് അറിയാം. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുക, നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ പിന്നെ അതൊരു ജീവിത ഒരു ശൈലി ആക്കി മാറ്റുക. ഇപ്പൊ നമ്മള് നെഗറ്റീവ് ചിന്ത എന്നുള്ളത് നമ്മുടെ ഒരു ജീവിത ശൈലിയല്ലേ? നമ്മൾ ആരും പറയൊന്നും വേണ്ട, തന്നെത്താനെ വിളിക്കാത്ത ഓട്ടോമാറ്റിക് പ്രോസസ് ആണ് അല്ലെ? അപ്പം ഇപ്പോ അതെ ഇപ്പൊ പറഞ്ഞില്ലേ ഇങ്ങനെ എഴുതിയിട്ട് ആ ചിന്തയോട് ഇത് എന്റെ ചിന്തയല്ല, എനിക്ക് ഇതൊന്നും അല്ല വേണ്ട. ആ ടെക്നിക്കിന് എന്തെങ്കിലും പേരുണ്ടോ മാം? അതാണ് ഓട്ടോമാറ്റിക് പിന്നെ ഇത് എന്താണ് പ്രോസസ് എന്ന് പറയുന്നത്? ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോമാറ്റിക് അല്ല, സോറി, ഒബ്സർവേഷൻ മെത്തേഡ്. മെത്തേഡ് ആണ്. സൈക്കോളജിയിൽ അതിന് പറയാം. ഒബ്സർവേഷൻ മെത്തേഡ്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഒബ്സർവ് ചെയ്തിട്ട് അത് അതുപോലെ പകർത്തുക. അത് ഫുള്ള് നമ്മൾ പകർത്തി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയി. പിന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അത് സ്വീകരിച്ചോളും എന്നാ പറയുന്നത്. ഒബ്സർവേഷൻ മെത്തേഡ്. അതെ, ഒബ്സർവേഷൻ മെത്തേഡ്. നമ്മളത് അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ആവും, ഏത് സ്വീകരിക്കണം, എന്ത് ഇതാവണം എന്നുള്ള ഒരു മൈൻഡിന് തന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താണോ കൊടുക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ മൈൻഡിന് സ്വന്തമായിട്ടൊരു ബുദ്ധി ഇല്ലെന്നാ പറയുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായി തീരുന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മള് ആ മൈൻഡിനോട് പറയണം, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ആ ചിന്തകളെയൊക്കെ ഇതൊന്നും അല്ല ഞാൻ, ഇതൊന്നും അല്ലടാന്ന് പറയില്ലേ എന്ന് പറഞ്ഞ സുരാജ് പറയുന്ന ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ മൈൻഡിനോട് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇങ്ങനെയൊന്നുമല്ല, മൈൻഡ് ഈസ് ബ്ലൈൻഡ്. സ്റ്റെഫി പറയുന്നത് മൈൻഡ് ഈസ് ബ്ലൈൻഡ് ആണ്. ഒരു ഒന്നുമില്ലാത്തൊരു പേപ്പർ പോലെ ആണ് മൈൻഡ്. നമ്മളിങ്ങനെ ഓരോ കൊടുക്കുന്നതാണ്. അതെ, നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം, അങ്ങനെ നമ്മളിപ്പോ ചിന്തിക്കും പറയാം, നമ്മുടെ ഫാമിലിയിലൊക്കെ ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുമ്പോ അവരിങ്ങനെ എപ്പോഴും ദുഃഖപുത്രികളായിട്ട് ഇങ്ങനെ ഇരിക്കും. അവർക്ക് ഒരുപാട് സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്, പക്ഷെ അവരത് മനസ്സിലാക്കുന്നുമില്ല. അവരിങ്ങനെ അതിൽ നിന്നൊക്കെ എടുക്കുന്നത് അതിന്റെ എന്ത് നെഗറ്റീവ് ആണുള്ളത് അതെല്ലാം അങ്ങ് കണ്ടുപിടിച്ച് അങ്ങ് ദുഃഖിച്ച്, അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയിൽ പോലും നന്മകൾ കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് സാധ്യതകൾ ഉണ്ടേ പോലും ആ സാധ്യതകളൊന്നും അങ്ങ് തട്ടിത്തെറിപ്പിക്കുന്ന, ഇപ്പൊ ചേമ്പിലയുടെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെ എന്ന് പറയാം, അങ്ങനെ അങ്ങ് തെറിച്ചു പോവുകയാണ്. അപ്പൊ നമ്മളായിരിക്കും ഇവർക്ക് എന്താ എപ്പോഴും ദുരിതം, ഇവരോട് എന്താ ദൈവം കരുണ കാണിക്കുക, ആ രീതിയിലാണ് മനുഷ്യരെ ചിന്തിക്കുക. പക്ഷെ സത്യം പറഞ്ഞ ഇപ്പൊ സൈക്കോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അല്ലെ? അത് എന്തുകൊണ്ടാണ് ദൈവത്തിന് പോലും അവിടെ ഇടപെടാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ശരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മളുടെ ആ ചിന്തകള് നമ്മൾ നന്നായിട്ട് നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കിയിട്ട് നല്ല ചിന്തകൾ കൊണ്ട് നമ്മൾ നിറച്ച് നമുക്കും ചുറ്റുമുള്ളവർക്കും ഒക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാട്ടോ. സ്റ്റെഫി മാം പറയുന്നുണ്ടോ? ആരെങ്കിലൊക്കെ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോഴൊന്നുമല്ല, പണ്ട് കാലത്ത്, അതായത് ചെറുതിൽ 5-ലോ 6-ലോ പഠിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു സെന്റൻസ് ആണ്, കാക്കകൾക്ക് നിങ്ങളുടെ തലയുടെ മുകളിലൂടെ പറക്കാം, കാക്കയുടെ എന്റെ തലയുടെ മുകളിലൂടെ പറക്കരുത് എന്ന് പറയാൻ നമുക്കാവില്ല. പക്ഷെ കാക്ക തലയിൽ വന്ന് കൂട് കൂട്ടാതിരിക്കാൻ നിങ്ങൾക്ക് പരിശ്രമിക്കാം. അതാണ് ചിന്ത എന്ന് പറയുമ്പോ
ചിന്ത എന്ന് പറയുമ്പോ അന്നത്തെ ആ ഒരു 5ാം ക്ലാസ്സുകാരിയുടെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യമാണ് അന്നേ തന്നെ. അതായത് ചിന്തകൾക്ക് നമ്മുടെ മുകളിലൂടെ അത് വരും പോകും. പക്ഷെ അതിനെ താലോലിക്കേണ്ടതാണെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ എടുക്കേണ്ടൂ. അതെനിക്ക് തോന്നുന്നു കാറ്റഗിസം ക്ലാസ്സിലോ മറ്റോ ഇങ്ങനെ ഈ സെക്ഷൽ തോട്ടിനെ കുറിച്ചുള്ള അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട ഒരു പാസേജ് എങ്ങാണ്ടും ആയിരുന്നു അത്. പക്ഷെ അത് മാത്രല്ല, പിന്നീട് വലുതായി വന്നപ്പോൾ ഏത് തരം ചിന്തകളും നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മുടെ തലയിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അത് ആ മുകളിൽ തന്നെ അങ്ങ് പറന്നു പോയിക്കോട്ടെ എന്നുള്ളത് ഞാൻ എപ്പോഴും കാര്യമായിട്ട് എടുക്കാറുണ്ട്. അതെ, നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അധികം തലയുടെ ഇട്ടിട്ട് കാര്യമില്ല, അല്ലേ? ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മഴ വരുന്നത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല, പക്ഷെ കുടയെടുക്കുക എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള, നമുക്ക് തീരുമാനിക്കാം കുട എടുക്കണോ, മഴ നനഞ്ഞു പോണോ എന്നൊക്കെ. മഴ പെയ്യരുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെ ചിന്തകൾ, അത് വരും പോകും. പക്ഷെ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ കൺട്രോളിലുള്ളൂ. ഇപ്പൊ മറ്റുള്ളവർ അതിനോട് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്താൽ ഞാനിങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവര് ചെയ്യോ ചെയ്യാതിരിക്കോ അത് നമ്മളുടെ കൺട്രോളിൽ വരുന്ന കാര്യമല്ല. നമ്മളുടെ കൺട്രോൾ വേറെ, നമ്മൾ എന്തായിരിക്കണം എന്ന് മാത്രമേ നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ളൂ. അത് നമ്മുടെ കൺട്രോളിലാന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം, അല്ലെ? വേറെ ആർക്കും നമ്മളുടെ ഡ്രൈവർ സീറ്റ് കൊടുക്കാതിരുന്നാല് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവർ ആവുക. ആ തിരിച്ചറിവൊക്കെ ചെറുപ്പത്തിലേ കിട്ടുക എന്നുള്ള വലിയൊരു കാര്യമല്ല. നമ്മൾ പലപ്പോഴും നമ്മളവിടെ ഒരു മൂലയ്ക്ക് ഇരുന്ന് നമ്മളുടെ ആ എന്താ പറയാ സ്റ്റിയറിംഗ് വേറൊരാളുടെ കൈ കൊടുത്തിട്ട് ഇരിക്കുകയാണ് സാധാരണക്കാരൊക്കെ ചെയ്യുക. അവരെങ്ങോടെങ്കിലും ഓടിച്ചോണ്ട് പോയിക്കോട്ടെ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കുന്നു. ആ ഒരു മെന്റാലിറ്റി മാറ്റുന്ന അന്ന് തൊട്ട്, അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ ചിന്തിക്കുന്ന അന്ന് തൊട്ട് നമ്മുടെ ജീവിതം വേറൊരു ലെവലാവും, അല്ലേ? ശരിക്കും എപ്പോഴും ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ അതായത് ലക്ഷ്യത്തെ പറ്റി മാത്രം ചിന്തിച്ച് വഴിയുള്ള തടസ്സങ്ങളൊക്കെ നമ്മൾ നിസ്സാരമാണ് നമുക്ക് അന്നേരം, അല്ലേ? അപ്പൊ അതിനെ നമ്മൾ പ്രതികരിക്കാൻ നമ്മൾ നിൽക്കില്ല. നമ്മളുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള അനുകൂല സാഹചര്യങ്ങൾ മാം, വന്നു അപ്പൊ ചേരും. മാം പറയുന്നതേ, മാം ഇപ്പൊ നമ്മളിപ്പോ ഒരാള് വെറുതെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കല, നമ്മുടെ കുറെ നെഗറ്റീവ് പറയാ, അപ്പോ നമ്മള് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല, ഇല്ല. ഒട്ടും പാടില്ല. നമ്മൾ ചെയ്യാനേ പാടില്ല. കാരണം അവര് പറയുന്നതല്ല നമ്മള്, അല്ലേ? അവര് പറയുന്നതാണോ നമ്മള്? അല്ല അല്ല അല്ല. അപ്പൊ അതാ പറഞ്ഞത്, നമുക്ക് ഒരു സെൽഫ് അവയർനെസ്, ഹൂ ആം ഐ, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്, ആ ഒരു ബോധ്യം നമ്മൾ എന്നും നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആര് വന്ന് നമ്മളെ കുത്തി തകർക്കാൻ നോക്കിയാലും നമ്മള് കുറച്ച പാറ പോലെ നിൽക്കണം, അല്ലെ? സ്റ്റേഫിമ എന്തോ പറയാൻ വന്നായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. നല്ല ക്ലാസ് ആയിരുന്നു, ഞാനിങ്ങനെ കേട്ടിരിക്കുന്നു. താങ്ക് യു. അടിപൊളിയായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ് ഈസ് ബ്ലൈൻഡ് എന്ന് പറയാൻ ഒരു കാരണം, നമ്മളെ മൈൻഡിന് റിയാലിറ്റി ഏതാണ് അല്ലെങ്കിൽ ഇമാജിനേഷൻ ഏതാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയും മോൾഡ് ചെയ്തെടുക്കാം, ഏത് രീതിയിൽ. ഇപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മളെ ചെറിയ മക്കള് അവരുടെ ഉള്ളിൽ ഓരോ ഹാബിറ്റ് ഫോം ആവുന്നത്, അല്ലെ? എങ്ങനെയാണ് അവര് റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരുടെ ഉള്ളിൽ ഫോം ആവുന്നതാണ്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഇതേ നമ്മുടെ ഉള്ളിൽ ഇമോഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അതിനെ തിങ്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ്. അപ്പോ ഏതാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്തെടുക്കാം, എങ്ങനെയും നമുക്ക് ട്രൈ ചെയ്യാം. അതെ അതെ അതെ, അത് ഏത് പ്രായത്തിലും പറ്റും, അല്ലെ? ഏത് പ്രായത്തിലും പറ്റും എന്നുള്ളതല്ലേ സത്യം, ശരിക്കും പറഞ്ഞ. പണ്ട് നമ്മൾ പറയില്ലോ, എനിക്ക് ഇത്രയും പ്രായമായി, ഇനിയിപ്പോ ഇനി എന്ത് ചെയ്യാന്, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചേക്കാം. ആ ഒരു ചിന്താരീതി തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് നമ്മുടെ ചിന്തകളെ ഇതുപോലെ ഫോം ചെയ്തെടുക്കാൻ പറ്റും, അല്ലെ? തീർച്ചയായിട്ടും. കാരണം വി ഷുഡിൻ ലെറ്റ് അവർ മൈൻഡ് കൺട്രോൾ us. വി ഷുഡ് കൺട്രോൾ അവർ മൈൻഡ്. കാരണം നമ്മൾ നമ്മുടെ ഡ്രൈവർ സീറ്റിൽ തന്നെ ഇരിക്കണം. ഇഫ് യു ലെറ്റ് യുവർ മൈൻഡ് കൺട്രോൾ യു, ദെൻ ഏത് വിധത്തിലും അത് നെഗറ്റീവായിട്ടും ഒക്കെ പോകും, ഒരു കൺട്രോൾ ഇല്ലാതെ അങ്ങ് പോകും. ബട്ട് ഇഫ് യു ആർ ഇൻ കൺട്രോൾ, ദെൻ
നമ്മുടെ നേരത്തെ ജിഷ പറഞ്ഞതുപോലെ നമ്മുടെ തോട്ട്സ് ആണല്ലോ നമ്മള് ശരിക്കും. അപ്പം നമ്മുടെ ഒരു തിയറി ഉണ്ട്, അതായത് ഇങ്ങനെ നമ്മൾ തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ആർ ഹാപ്പി, ദാറ്റ് മേക്സ് യു ഹാപ്പി. യു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ആർ ഹാപ്പി. അത് നമ്മളെ NLP പഠിക്കുന്നതാണ്. ശരിക്കും അത് ഒത്തിരി സത്യം. ഞാനത് ഒത്തിരി ഉപയോഗിക്കും. കാരണം നമ്മൾ ഏത് സാഹചര്യത്തിലും യു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ആർ ഹാപ്പി വിത്ത് ആ ഒരു സിറ്റുവേഷൻ. അത് ചിലപ്പം നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യം ആയിരിക്കാം, പക്ഷെ അതിനകത്തും നമുക്ക് എന്തെങ്കിലും ഒരു നമുക്ക് പിടിച്ചു നിൽക്കത്തക്ക പോലെ ഒരു പോസിറ്റീവ് കണ്ടെത്താൻ പറ്റുമായിരിക്കാം. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ. ഞാന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തയൊക്കെ വരുമ്പോൾ ഞാൻ എന്റെ മനസ്സിനോട് നമ്മളെ ചിലപ്പം ചില നെഗറ്റീവ് ചിന്തകളൊക്കെ അല്ലെ വിഷമിപ്പിക്കുന്ന ചിന്തകളൊക്കെ ഇങ്ങനെ കൊണ്ടുതരുമല്ലോ. എന്തെങ്കിലും ഒരു സിമ്പിൾ എക്സാമ്പിൾ പോലെ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ്സ് ലേറ്റ് ആയി വരുന്നു, അപ്പൊ കാണുന്നില്ല, എന്ത് പറ്റി എന്നൊക്കെ കുറച്ചു നേരം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്ത വന്ന അവിടെ നീ പോടാ, ഞാൻ മനസ്സിനോട് തന്നെ പറയാം, നീ പോടാ, അങ്ങനൊന്നും അല്ല, എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കാം. അപ്പൊ വഴക്ക് പറയും, ഞാൻ തിരിച്ചതിനെ വഴക്ക് പറയും, നീ പോടാ, അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് അസേർട്ട് ചെയ്യും. സോ ഇഫ് യു അസേർട്ട് ദാറ്റ്, പിന്നെ പുള്ളി അങ്ങ് അനങ്ങത്തില്ല, അടങ്ങാതിരുന്നോളും. അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കാം. അപ്പം നോക്കും അല്ലെ, നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ. അലൗ ചെയ്താലേ പുള്ളി പൊങ്ങി വരത്തുള്ളൂ. നമ്മൾ അലൗ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് അടങ്ങും. സോ വിച്ച് മീൻസ് ഈ നമ്മുടെ സന്തോഷം, ഈ ഇമോഷൻസ് എന്ന് പറയുന്ന സന്തോഷം, സങ്കടം, പേടി, ഭയം, ഇതെല്ലാം നമ്മുടെ ഇമോഷൻസ് അല്ലേ. അപ്പൊ ഈ ഇമോഷൻസിന്റെയും ഇതിന്റെ എല്ലാം കൺട്രോള്, ഇതിന്റെ എല്ലാം താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കുന്നത്. സോ അത് നമ്മളത് കൺട്രോൾ ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എനിവേ ജിഷയുടെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. യു ഗേവ് us നല്ല കുറെ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുകയും, കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതാണെങ്കിലും നമുക്കത് വീണ്ടും ഒരു ഓർമ്മ കിട്ടുമല്ലോ ഇത് സംസാരിക്കുമ്പോ. അപ്പൊ ചിന്തകള് കാട് കയറി, യു മെൻഷൻ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. ചിന്തകളെ കയറൂരി വിടാതെ അതിനെ ഒബ്സർവേഷൻ മെത്തേഡിൽ കൂടിയും അങ്ങനെ നമുക്ക് പ്രായോഗികമായിട്ടുള്ള മെത്തേഡുകളിൽ കൂടിയൊക്കെ അത് കൺട്രോൾ ചെയ്ത് എടുത്തിട്ട് പുതിയ ഒരു വ്യക്തികളായിട്ട് ജീവിക്കത്തക്ക പോലെ, അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് ചിന്തയിൽ കൂടി ജീവിക്കത്തക്ക പോലെയുള്ള മാർഗങ്ങളൊക്കെ പലതും യു മെൻഷൻ. അതിലേറ്റവും എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട്, അതായത് നമ്മുടെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ടു അതേഴ്സ്, കമ്പയർ യുവർ സെൽഫ് ടു ഹൗ യു ആർ. അത് നമ്മളെ തന്നെ നമ്മൾ അടുത്തതിൽ നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ മാത്രം കമ്പയർ ചെയ്യാന്നുള്ള, അതൊരു നല്ല കാര്യം കേട്ടോ. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ അത് വേറൊരാളിങ്ങനെ പറയുമ്പോഴാണ് നമുക്കത് സ്ട്രൈക്ക് ആവുന്നത്. ഓർക്കാറില്ല എന്നുള്ളത് അല്ലെ. ശരിക്കും അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താല് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതെ, അതാ തീർച്ചയായിട്ടും നല്ല ക്ലാസ് ആയിരുന്നു. സോ കൺഗ്രാജുലേഷൻസ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ. അപ്പൊ താങ്ക് യു എല്ലാവർക്കും, ഇത്രയും നേരം എല്ലാവരും എന്നെ കേട്ടിരുന്നതിന്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം. ഇന്നത്തെ സെഷൻ ഇവിടെ സമാപിക്കുന്നു. സെഷൻ ലീഡ് ചെയ്ത ജിഷ മാമിന് സന്തോഷം അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലുള്ള വെബിനാർസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും പങ്കെടുക്കുക. താങ്ക് യു. താങ്ക് യു.